നമസ്കാരം. ബി.ജെ.പി. സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയിട്ടുള്ള തിരക്കഥയാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി രാജ്യത്ത്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷ ആരാധനാലയങ്ങളിൽ അവിടെ കടന്നുകൂടുകയും ഹൈന്ദവ ക്ഷേത്രമാണെന്ന് അവകാശവാദം ഉന്നയിച്ച് സംഘർഷമുണ്ടാക്കുകയും പിന്നീട് അതിൻ്റെ കേസുമായിട്ട് കോടതികളിലേക്ക് പോവുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഒരു പതിവായി മാറിയിരിക്കുന്ന തന്ത്രമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ, അതും പാലായിൽ പള്ളിപ്പറമ്പിൽ കപ്പ കൃഷിക്ക് തടമെടുക്കുമ്പോൾ അവിടെ കണ്ടിരിക്കുന്ന ഒരു കല്ല് അത് ശിവലിംഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ആരാധന തുടങ്ങിയ സംഭവം വരെ ഉണ്ടായിരുന്നു. ഇത് കേരളം വളരെയധികം ചർച്ച ചെയ്ത ഒരു വാർത്തയായിരുന്നു. ഈ സമയത്താണ് അങ്ങ് ഡൽഹിയിൽ ആരാധനാലയങ്ങളുടെ അവകാശ തർക്കവുമായി ബന്ധപ്പെട്ട് മോദി സർക്കാരിൻ്റെ പരാതികൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുന്നത്. എന്നാൽ ബി.ജെ.പി. സർക്കാരിൻ്റെ ഇത്തരം പരാതികൾ കൊണ്ട് ഇപ്പോൾ സഹികെട്ട് എല്ലാം നിർത്തിക്കോളൂ എന്ന് സുപ്രീം കോടതി തന്നെ ഇപ്പോൾ ഒടുവിൽ കട്ടായം പറഞ്ഞിരിക്കുകയാണ്. ഇതിനൊരു അവസാനം വേണമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇത് മോദി സർക്കാരിന് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കനത്ത പ്രഹരമെന്ന് തന്നെ പറയേണ്ടി വരും. ആരാധനാലയങ്ങളുടെ മേൽ മറ്റ് മതാചാരങ്ങളിൽപ്പെട്ടവർ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പരാതിയുമായി വരുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായി തന്നെ മാറിയിരിക്കുകയാണെന്നാണ് സുപ്രീം കോടതി നിരീക്ഷണം. എന്നാൽ ഈ കാര്യത്തിൽ തൻ്റെ അതൃപ്തി തുറന്നു കാട്ടിയിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. 1991 ആരാധനാലയ ആക്ടിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഉയർന്നു വരുന്ന അവകാശവാദവുമായി ബന്ധപ്പെട്ട പരാതികളുടെ ആശങ്കയാണ് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ കടുത്ത വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഏത് ആരാധനാലയവുമായിക്കോട്ടെ അത് ആരുടെ പക്കലായിരുന്നു അതേ സ്ഥിതി തന്നെ തുടരണമെന്നാണ് രാജ്യത്ത് നിലവിലുള്ള നിയമം. ആരാധനാലയം തിരിച്ചുപിടിക്കുന്നതിനും അതിൻ്റെ സ്വഭാവം മാറ്റുന്നതിനും വേണ്ടിയുള്ള മത സാമുദായിക സംഘടനകളുടെ ഇടപെടൽ അത് തടയിടാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഭേദഗതിയായിരുന്നു 91 ആരാധനാലയ നിയമമെന്ന് പറയുന്നത്. എന്നാൽ ഈ നിയമത്തെ വെല്ലുവിളിക്കുന്ന പരാതികൾ ഇന്നിപ്പോൾ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. ഇന്ന് പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞും ക്ഷേത്രം പൊളിച്ചു പണിത പള്ളികൾ എന്ന പേരിലൊക്കെ തന്നെ തിരിച്ചുപിടിക്കാൻ മതസംഘടനകളെല്ലാം തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഇത് രാജ്യത്തെ ജനങ്ങളിൽ മതത്തിൻ്റെ പേരിലുള്ള സംഘർഷങ്ങൾക്കാണ് ഇടയാക്കുന്നത്. അതും ഈ ഭരണകാലത്താണ് ഇത്രയും അധികം ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ പൊളിക്കുകയും അവിടെ അവകാശവാദങ്ങളൊക്കെ തന്നെ ഉയർന്നു വരികയും ചെയ്തത്. മാത്രമല്ല, അയോധ്യ രാമക്ഷേത്രമായിരുന്നു ബി.ജെ.പിയുടെ ആദ്യത്തെ രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത്. എന്നാൽ ഇത് 2024 വിജയകരമായി പൂർത്തിയാക്കിയതോടുകൂടി മറ്റു പല സ്ഥലങ്ങളിലേക്കായി ഇപ്പോൾ അവരുടെ നീക്കങ്ങൾ. ഇത്തരത്തിൽ ഇന്ത്യയിലെ എല്ലാ പള്ളികളും പൊളിച്ച് അവിടെ ക്ഷേത്രങ്ങൾ പണിയാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ ബി.ജെ.പി. അവരുടെ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ രാജ്യത്ത് മതവർഗീയതയുടെ വിത്തുകൾ പാകുകയാണ് അവർ. എന്നാൽ ബി.ജെ.പി. സർക്കാരിൻ്റെ ഈ പദ്ധതി ഇനി ഈ രാജ്യത്ത് നടക്കില്ലെന്ന് സുപ്രീം കോടതി കട്ടായം കടുപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒടുവിൽ സഹികെട്ട് ഇപ്പോൾ എല്ലാം നിർത്തിക്കോ എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തന്നെ ഇപ്പോൾ കട്ടായം പറഞ്ഞിരിക്കുന്നത്. ഇത് മോദി സർക്കാരിനും ബി.ജെ.പിക്കും സുപ്രീം കോടതി നൽകുന്ന വലിയൊരു താക്കീത് തന്നെയാണ്, ഏറ്റവും വലിയ കനത്ത പ്രഹരം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.